ഊട്ടിയിൽ വരുന്നവര് മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വാക്സ് വേൾഡ്. പണ്ട് നമ്മൾ ഓട്ടോഗ്രാഫൊക്കെ എഴുതുന്നത് പോലെ കുറെ റൈറ്റിംഗ്സ് ഇതുപോലെ ചുമരിലൊക്കെ നമുക്ക് കാണാം. ഇവിടെ കണ്ടു മടങ്ങുന്നവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വാക്സ് വേൾഡിന്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇവിടെ അഡൾട്ട്സിന് 50 രൂപയാണ് ഈടാക്കുന്നത്. വേറെയും ഹൊറർ ഹൗസ്, മിറർ ഹൗസ്, അങ്ങനെ ഒരുപാട് വേറെയും കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ ഡ്രംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് 50 രൂപ കൊടുക്കണം. വാക്സ് വേൾഡിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചതുരപ്പെട്ടികൾ പോലെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ജീവൻ തുടിക്കുന്ന സ്റ്റാച്ചു ഇനി നമുക്ക് കാണാം. എന്നാൽ ഇതിലൊന്നും ടച്ച് ചെയ്യാനോ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സ്റ്റാച്ചുവിന്റെ അടുത്തായിട്ട് ഇത് പണി കഴിപ്പിച്ച IT പ്രൊഫഷണലിസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരനായിട്ടുള്ള ശ്രീജി ഭാസ്കരന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്സ് മ്യൂസിയത്തിന്റെ ഓണറും സ്പോൺസറും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ് ഈ ഒരു വാക്സ് സ്റ്റാച്ചു ഉണ്ടാക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ കാണുന്ന ആ ഒരു പോർഷൻ ശരിക്കും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തികളുടെ വാക്സ് സ്റ്റാച്ചു ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഗവൺമെന്റ് അസിസ്റ്റൻസോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നും കിട്ടുന്നില്ല എന്നും പ്രത്യേകം അവിടെ ചെറുതായിട്ടൊരു കോഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ. അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അതിന് പറ്റിയിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഇവിടെ കിടക്കുമ്പോൾ അടുത്ത് നിറയെ കോയിൻസ്, നോട്ടുകൾ, ഇതൊക്കെ ഇങ്ങനെ അയാൾ കിടക്കുന്നതിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഒരാൾ കിടക്കുകയാണെന്ന് നമുക്ക് തോന്നും ദൂരം നിന്ന് നോക്കുമ്പോൾ. അടുത്ത് വരും മാത്രമാണ് ആ ഒരു ഷൈനിങ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എഞ്ചിനീയറാണ് ശ്രീ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹത് വ്യക്തികളുടെ വാക്സ് സ്റ്റാച്ചു ആണ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണുന്നത്. ആധുനിക മൈസൂരിന്റെ ശില്പി, കർണാടകയിലെ ഭഗീരഥൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1955 ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന അദ്ദേഹത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ്, നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സയന്റിസ്റ്റും രാഷ്ട്രപതിയായിട്ടുള്ള അബ്ദുൽ കലാം, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു കറക്റ്റ് ആ ഒരു ഫീലാണ്. ഈ സ്റ്റാച്ചു പോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇവിടെ തോന്നി. സബ്ക മാലിക് ഏക് ഹെ, എല്ലാവരുടെയും ദൈവം ഒന്നാണ് എന്ന സന്ദേശം കൊടുത്ത ശ്രീ സായിബാബയുടെ പ്രതിമയായിരുന്നു അടുത്തത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ള രാജാവാണ് ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തിന്റെ വളരെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വാക്സ് സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാം. അതിനടുത്തായിട്ട് തന്നെ ആക്ടർ വിക്രമിന്റെ 2 റോൾസ് ആണ് കേട്ടോ. ഐ എന്ന മൂവിയിലെയും അന്യ എന്നുള്ള മൂവിയിലെയും. അപ്പം അതും അടിപൊളിയാണ്. അടുത്തത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു പോർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ വരുന്നത് ജവഹർലാൽ നെഹ്റു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അതിന്റെ അടുത്തായിട്ട് ബാലഗംഗാധര തിലകിന്റെ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ മനോഹരമായിട്ടുള്ള സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാം. ശരിക്കും ഒന്നും പറയാനില്ല, അങ്ങേയറ്റം പെർഫെക്ഷൻ ആണ്. ഇത് നേരിട്ട് കണ്ടു തന്നെ നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഞെട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സീൻ ശരിക്കും ഇവിടെ ഡാർക്കായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫോണിന്റെ ലൈറ്റിലാണ് ഇത്രയെങ്കിലും ശരിക്കും കാണിക്കുന്നത്. കാട് വിറപ്പിക്കുന്ന വീരപ്പനാണല്ലോ, അപ്പം എപ്പോഴും ഇരുട്ടിലൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ആ ഒരു തീമിൽ വെച്ചിട്ട് ശരിക്കും കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. കംപ്ലീറ്റ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓലപ്പുരയിൽ ഒരുപാട് വസ്തുക്കൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സീനിൽ കാണാം. മാംസം ചുട്ടു കഴിക്കുന്ന ഒരു സീനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. അടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്തത് ഊട്ടിയിൽ നീലഗിരി കുന്നുകളിലൊക്കെ താമസിക്കുന്ന തോഡാസ് എന്ന ഒരു എത്നിക് ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ലാസ്റ്റ് പോർഷനിൽ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അത് വായിക്കുന്നവരുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. വളരെ ഗംഭീരമായിട്ടുണ്ട് ഈ സ്റ്റാച്ചു കാണാനായിട്ട്. അങ്ങനെ 50 രൂപയ്ക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വിശദീകരിച്ചു കൊടുക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. ഫൈനലി നമ്മൾ വരുമ്പോൾ ഇതുപോലൊരു ബോക്സ് കാണാം. നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഇടാവുന്നതാണ്. അത് മാത്രമല്ല നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഇതുപോലെ ചുമരിൽ എഴുതി വെക്കാവുന്നതാണ്. ലാസ്റ്റ് സ്വാമി പ്രഭുപദയുടെ സ്റ്റാച്ചു കൂടി കാണുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു വാക്സ് മ്യൂസിയം കാഴ്ചകളെല്ലാം അവസാനിക്കുകയാണ് കേട്ടോ. സൂപ്പർ. ഇനി നമ്മൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.